സ്കോപ്പ് മീൻസ് വ്യാപ്തി. എവിടം വരെ, ഏതൊക്കെ മേഖല വരെയാണ് നമ്മുടെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം വ്യാപിച്ചിരിക്കുന്നത്. സോ ദർ ഈസ് നോ യുനാനിമിറ്റി അമംഗ് ദ സ്കോളേഴ്സ് റിഗാർഡിംഗ് ദ സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ്. ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ ഒരു യുനാനിമിറ്റി, ഒരു ഐക്യകണ്ഠേനയായിട്ടുള്ള ഒപ്പീനിയൻ ഇല്ല. According to Harry Erskine, the main reason for the controversy is that the subject is still in a transitional stage. അപ്പോൾ ഹാരി എസ്കെയിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു യുനാനിമിറ്റി പൊളിറ്റിക്കൽ സയൻസിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പിൽ ഒരു യുനാനിമിറ്റി ഇല്ലാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലാണ്. മീൻസ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് എന്താ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് എവിടം വരെ ഇതിൻ്റെ വ്യാപ്തി പോയിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്കൊരു സ്പെസിഫിക് കോൺസെപ്റ്റ്സ് ഇതിന് നൽകാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് കണ്ടിന്യൂ ടു ബി ദ സ്റ്റഡി ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺലി. ഇപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പാശ്ചാത്യ രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രമാണ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ കാഴ്ചപ്പാടാണ്. രണ്ടാമത്താണ് അവർ പറയാൻ കാര്യം വെച്ചാൽ ഇറ്റ് എംഫസൈസ് ദ സ്റ്റഡി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. എന്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കാണാം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ എന്താ കമ്പാരിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ്, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയ ഭരണഘടനകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യണം. ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അഭിപ്രായം ഇപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലീഗൽ ആസ്പെക്ട്സുകളെ കുറിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പഠിക്കുന്നുള്ളൂ. ഇനി സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ട് ആർഗ്യൂസ് ദാറ്റ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് വെസ്റ്റേൺ ആൻഡ് നോൺ വെസ്റ്റേൺ കൺട്രീസ്. രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് എന്താണ്? വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മാത്രമല്ല, വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം തന്നെ എന്താണ് നോൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ നോൺ വെസ്റ്റേൺ കൺട്രീസിനെ കുറിച്ച് എവിടെ പഠിക്കുന്നു? പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. അതായത് ഇറ്റ് ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് നോൺ വെസ്റ്റേൺ തേർഡ് വേൾഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൂന്നാം ലോക രാജ്യങ്ങളെക്കുറിച്ച്. എന്ന് വെച്ചാൽ എപ്പോഴാണ് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക അല്ലേ? ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഓക്കെ. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെയാണ് നമ്മളെന്ത് പറയാം? തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക മാത്രമല്ല, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഒരുപാട് എന്താ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്താണ് സ്വാതന്ത്ര്യ രാജ്യങ്ങൾ. അപ്പോൾ ഈ തേർഡ് വേൾഡ് കൺട്രീസിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുക കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ അമേരിക്ക എടുക്കുകയാണെങ്കിൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഏതാ? അമേരിക്കൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണ്? പീപ്പിൾസ് കോൺഗ്രസ്, ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് ദെൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, താല്പര്യ ഗ്രൂപ്പുകൾ. ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോൾ ഒരുപാടെണ്ണമുണ്ട്. ഈ ടീച്ചേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ് അസോസിയേഷൻസ് ഒക്കെ എന്താ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. പിന്നെ പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് പ്രഷർ ഗ്രൂപ്പുകളാണ്. ഒന്ന് NSS, നായർ സർവീസ് സൊസൈറ്റി, മറ്റൊന്ന് SND. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രുപ്പുകളെ കുറിച്ചും പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചും ഒക്കെയുള്ള പഠനമാണ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ദ സെക്കൻഡ് വ്യൂ ഈസ് അക്സെപ്റ്റഡ് എ മോഡേൺ ഡെമോക്രസി. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഈ രണ്ടാമത്തെ വ്യൂ ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണലിസവും അവരുടെ ലീഗൽ ആസ്പെക്ട്സുമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനകത്ത് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ കാഴ്ചപ്പാടിൽ വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, നോൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നതിൻ്റെ ഭാഗമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പിന്നെ അവർ കുറേ കൂടി പറയപ്പെടുന്നത്, അതിനേക്കാളുപരി പറയുന്നത് എന്താണ്, തേർഡ് വേൾഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മൂന്നാം ലോക രാജ്യങ്ങളിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അതായത്
തേർഡ് വേൾഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന എല്ലാം, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, ദെൻ പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ട്, ദെൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ, മോഡേൺ ഡെമോക്രസിയാണ്, ആധുനിക ജനാധിപത്യ വ്യവസ്ഥയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനകത്ത്. തേർഡ് വേൾഡ് കൺട്രീസ് എല്ലാം ഡെമോക്രാറ്റിക് കൺട്രീസാണ് എഴുതുകയല്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പറയുന്നു, ഇന്ത്യ ഡെമോക്രസിയാണ്, ശ്രീലങ്ക ഡെമോക്രസിയാണ്, ദെൻ തൊട്ടടുത്ത രാജ്യം നേപ്പാൾ, അവിടെ ഇപ്പോൾ ഡെമോക്രസിയുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി മാറ്റം വരുന്നതെന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ പാകിസ്ഥാനിൽ ഡെമോക്രസി തന്നെയാണ്. അപ്പം ലേറ്റസ്റ്റ് നവാസ് ഷെരീഫ് 2013 പാകിസ്ഥാൻ പ്രസിഡൻ്റ് ആയിരിക്കുകയാണ്. കടയ്ക്ക് കുറേ കാലം മിലിറ്ററി ഭരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ഡെമോക്രസിയുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസ് നമ്മൾ പറയും, കണ്ടംപററി സൗത്ത് ഏഷ്യ 7 വരും, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഈ 7 രാജ്യങ്ങളാണ് സൗത്ത് ഏഷ്യൻ രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്താ ഡെമോക്രസിയാണ്. അപ്പോൾ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് നമ്മൾ കൂടുതലും കാണുന്നത് എവിടെയാണ്, തേർഡ് വേൾഡ് കൺട്രീസ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മോഡേൺ ഡെമോക്രസിയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സ്കോപ്പ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 3 മാർക്കിനാണ് കാണാം, ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 2 എഴുതി വെക്കണം. പിന്നെ എസ് എ വരുമ്പോൾ ഇതിൻ്റെ കൂടെ സ്കോപ്പ് കൂടെ എഴുതി പോകണം. ഇനി നമുക്ക് കാണുന്നത് എങ്ങനെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്തതെന്നാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ് നമുക്ക് കാണേണ്ടത്. സോ the American political scientists sought to transform the field of politics by taking the study of subject from foreign government into comparative politics. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം, അപ്പോൾ അതിന് കാരണമാവുന്നു എന്താ, അവരുടെ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടാകാനുള്ള കാരണമായിരുന്നു. അപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫീൽഡ്, അതായത് ഫോറിൻ ഗവൺമെൻറ്റുകളിൽ നിന്നും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലേക്ക് മാറ്റിയെടുക്കാനൊരു ശ്രമമായിരുന്നു നടത്തി അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ നടത്തുന്നു. അതായത് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായും 3 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് ഇതിനുണ്ടായിരിക്കുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്. അതിൽ നമുക്ക് 3 പീരീഡായിട്ട് തിരിക്കാം. ഒന്ന് അൺസോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേജ്, മീൻസ് അൺസയൻറ്റിഫിക് സ്റ്റേജ്. രണ്ടാമത്തത് സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേജ്. മൂന്നാമത്തത് ഇൻക്രീസിംഗ്ലി സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേജ്. അപ്പോൾ 3 ഘട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് അൺസോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേജ്, മീൻസ് ഏൻഷ്യൻ്റ് പീരീഡ്, അൺസയൻറ്റിഫിക്, അശാസ്ത്രീയമായ കാലഘട്ടം. അതായത് ദ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ലൈക്ക് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, മാക്കിയവെല്ലി, ബ്രൈസ്, മാക്സ് വെബർ തുടങ്ങിയ ആളുകളുടെ കാലഘട്ടമാണ് ഏതാ, അത് ഏൻഷ്യൻ്റ് പീരീഡാണ്, ട്രഡീഷണൽ പീരീഡാണ് ഏതാ, അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും മാക്കിയവെല്ലിയുടെ പ്രത്യേകതയുണ്ട്. മാക്കിയവെല്ലി നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലാണെന്ന് പറഞ്ഞു. പക്ഷെ മാക്കിയവെല്ലി എന്ന് പറയുന്ന ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. കാരണം അദ്ദേഹം മാക്കിയവെല്ലി എഴുതിയ പുസ്തകം ദ പ്രിൻസ് കേട്ടോ, ദ പ്രിൻസ്. അപ്പോൾ ആ ബുക്കിൽ കൂടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ സയൻസിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ആരും പഠിച്ചു, മാക്കിയവെല്ലി പഠിച്ചു. അതുകൊണ്ട് മാക്കിയവെല്ലി അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഈ പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടിലിൻ്റെ അല്ലെങ്കിൽ മാക്കിയവെല്ലിയുടെ അല്ലെങ്കിൽ ലോർഡ് ബ്രൈസ് അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഏതാ, അൺസോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേജ് നമ്മൾ പറയുന്നത്. അവിടെ ദേ യൂസ്ഡ് കമ്പാരിറ്റീവ് മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദി എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർ അവിടെ ഉപയോഗിച്ച കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്താ, നിലവിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് എന്ത് ചെയ്തു, കമ്പയർ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ഇപ്പോൾ നിലവിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തത്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിച്ചത്. അപ്പോൾ അവിടെ കൂടുതൽ സയൻറ്റിഫിക് സ്റ്റഡീസ് എവിടെ ഉണ്ടായിട്ടില്ല, അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലേറ്റോയുടെയും ഒന്നും കാലഘട്ടത്തിൽ എന്താ ഉണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ക്വസ്റ്റനെയറോ ഒന്നും ഉപയോഗിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു അൺസയൻറ്റിഫിക് ആയിട്ടാണ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ഏതാ, ഈ അൺസയൻറ്റിഫിക് അല്ലെങ്കിൽ അൺസോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, ചിന്തകന്മാർ മാറുന്നു. തിങ്കേഴ്സ് ലൈക്ക് സാമുവൽ എച്ച്. ബിയർ, ബെർണാഡ്
റോയ്സ് സി മാർഗ്രൈറ്റ്സ് ഇങ്ങനെയുള്ള ആളുകളുടെ കാലഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തു? സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അവിടെ സയൻറ്റിഫിക് സ്റ്റഡി നടത്തി ദേ ആർ എംപ്ലോയിഡ് കമ്പാരിറ്റീവ് മെത്തേഡ് ടു മേക്ക് മോർ യൂസ്ഫുൾ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ക്വാളിഫൈഡ് സയൻറ്റിഫിക് സ്റ്റേജ് ആണ്. അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള മെത്തേഡ്സ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ടൂൾസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യർ, ഇൻ്റർവ്യൂ, സാമ്പിളിംഗ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ സപ്പോസ് ഒരു ഇലക്ഷൻ സ്റ്റഡി നമ്മൾ നടത്തുന്നു, സിഫോളജി എന്ന് പറയും, വോട്ടിംഗ് ബിഹേവിയർ, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വോട്ടിംഗ് ബിഹേവിയർ സിഫോളജി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടിംഗ് ബിഹേവിയർ നമ്മൾ അല്ലെങ്കിൽ വോട്ടിംഗ് ട്രെൻഡ് നമുക്ക് പഠിക്കണം, ഇലക്ഷൻ ട്രെൻഡ്. നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പോയിട്ട് എല്ലാ ആളുകളെയും പോയി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അപ്പോൾ 5 ലക്ഷം 10 ലക്ഷം ആളുകളൊക്കെ വരും. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു വില്ലേജ് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ പിന്നീട് ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3 പോളിംഗ് ബൂത്ത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണ്. അതിൽ സാമ്പിളിംഗ് പലതരമുണ്ട്. റാൻഡം സാമ്പിളിംഗ് സർവേ ഉണ്ട്, ആക്സിഡൻ്റൽ സാമ്പിളിംഗ് സർവേ ഉണ്ട്. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സർവേക്ക് പോകുന്നു, എനിക്കിപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാനൊരു ബൂത്തിൽ ചെന്നു, അവിടെ ഒരു 1000 പേരുണ്ട്, എനിക്കിഷ്ടമുള്ള 10-20 പേര് ഞാൻ കണ്ടിട്ട് അവിടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യും. അത് ആക്സിഡൻറ്റ്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ആ പോളിംഗ് ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് മൊത്തം എടുത്തിട്ട് അതിനകത്ത് നമ്മളൊരു റാൻഡം മെത്തേഡ് ഉപയോഗിക്കും. മീൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ 100 പേര് കാണാം, 1000 പേരുണ്ടെന്ന് വെക്കുക. നമ്മുടെ റേഷ്യോ വെക്കണം 1 മുതൽ 20 വരെ അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ആളുകളെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾ. അപ്പം 5ാമത്തെ ആളായിരിക്കും നമ്മുടെ ഒരു ഒബ്സർവറായിട്ട് വരുന്നത്. അങ്ങനെ ഒരു 100 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സർവേക്ക് പോകുമ്പോൾ ഈ 5ാമത്തെ ആളിനെ നമുക്ക് ലിസ്റ്റിലില്ല. നമ്മൾ ചെന്ന് ആളിനെ കാണാൻ പോകുന്നു, നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ വീട്ടിലുള്ള വേറൊരാളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ അവിടെ റാൻഡം സാമ്പിളിംഗ് സർവേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് കറക്റ്റായി, കാരണം ആ ഒരു റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് ആധികാരികമായി, കാരണം ഓക്കെ പറയാം, പഠനത്തിൻ്റെ ഭാഗമല്ല.